ഗ്യാസിന്റെ വിലക്ക് ശരിയാണ്, പറഞ്ഞത് കുറ്റമാണ്. എന്നാലും ഇവിടെ ഈ വീട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ലോണിന് പോയത്. 5 പേര് കൂടെ ഞങ്ങൾ ലോൺ എടുക്കും, 5 പേര്. ഈ 5 പേരിൽ ഒരു ചേച്ചിക്ക് മാത്രം ലോൺ ആ ഒരു വിഷയത്തെ നെങ്ങി കിട്ടുന്നില്ല. കാര്യം ആ ചേച്ചി ഇവിടെ മൊത്തം പച്ചക്കറി എരിഞ്ഞിട്ട് പാടാണ്, അതുകൊണ്ട് നെക്കി കിട്ടുന്നില്ല. പക്ഷെ ആ ചേച്ചിക്ക് കിട്ടാത്തതിന് ആ ചേച്ചി ആ സാറിനെ പറയുക ലോൺ മനഃപൂർവ്വം തരാത്താണെന്ന് പറഞ്ഞ് അവിടെ ഇടി നടക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓടിച്ചെന്ന് ചേച്ചി അങ്ങനെയല്ല, ചേച്ചിയുടെ കൈ വെച്ചിട്ട് കിട്ടാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ അമ്മായിമ്മ കിടന്നുണ്ട് ജനലെ കൂടെ നൈസി എന്നൊന്ന് വിളി. ഞാൻ ഈ കറി വെച്ചിട്ട് പോയി, ആ കറി ഒന്ന് തിളച്ച് പറ്റി ചെറുതായിട്ടൊന്ന് പറ്റിപ്പോയി. അതൊന്ന് ഓഫാക്കിയാൽ പോരെ. ഇവര് ഒടുക്കത്തെ പള്ളിയിലെ പാട്ടുകാരിയാണ്, ഇവർ മെയിൻ പാട്ടുകാരിയാന്ന ചിന്ത. ഇവർ വെളുപ്പിന് 5 മണിക്കേ പള്ളിയിൽ പോയിരിക്കും, കാര്യം മെയ്ക്ക് ഫസ്റ്റിൽ ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഇവിടെ കാപ്പിക്ക് വെള്ളവും വെച്ചു അവർ പോയി. ഞങ്ങൾ കിടന്ന് ഉറക്കവാ. പിന്നെ പുക വരുന്ന കണ്ടാണ് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ കലം കരിഞ്ഞ് ഇരിക്കുമ്പോഴും അവർ പരിശുദ്ധം പാടി. അത്രയും നേരമായി പരിശുദ്ധം പാടുന്ന ഇവിടെ എനിക്ക് കേൾക്കാം. എന്നിട്ട് പോലും ചിന്തിച്ചില്ല ഞാനിവിടെ ഉള്ളവർ ചത്തുപോകുമെന്ന് വരെ ഓർത്തില്ല. അങ്ങനെയാണോ ഞാൻ ഈ വീടിൻ്റെ ഇറമ്പത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് ഇവിടെ കിടന്ന് വെച്ചിട്ട് എനിക്ക് ഇത്തിരി പോലും മനുഷ്യനെ ഒരു സ്ഥലത്തോട്ട് അനങ്ങാൻ സമ്മതിക്കത്തില്ലേ. ലോൺ കിട്ടുമ്പോൾ വരും 2 രൂപ പരിപാടി മാളയെന്നും പറഞ്ഞു.